ഈജിപ്ത് അർജന്റീന പ്രീ ക്വാർട്ടറിലെ റഫറിങ്ങിനെ ചൊല്ലിയാണല്ലോ ഈ വിവാദം പുകയുന്നത്. റഫറിയുടെ തെറ്റായ ഇടപെടലുകൾ അർജന്റീനയ്ക്ക് സഹായകരമായെന്ന വിമർശനമാണ് പ്രധാനം. ഒരേ സ്വഭാവമുള്ള ഫൗളിന് ഫ്രഞ്ച് റഫറി ഫ്രാങ്സോ ലറ്റക്സി ഈജിപ്തിന് ഗോൾ നിഷേധിച്ചപ്പോൾ അർജന്റീനയുടെ ഫൗള് കണ്ടില്ലെന്ന് നടിച്ചു എന്നാണ് ഉയരുന്ന ഗുരുതരാരോപണം. എന്താണ് അർജന്റീന ഈജിപ്ത് പോരാട്ടത്തിൽ നടന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. മികച്ച തിരിച്ചുവരവുകളിലൊന്നായി വാഴ്ത്തപ്പെടേണ്ട മത്സരം ഇപ്പോൾ വിവാദങ്ങളുടെ പേരിലാണ് വാർത്തകളിൽ നിറയുന്നത്. ഫ്രഞ്ച് റഫറി ഫ്രാങ്സ്വ ലറ്റക്സിയുടെ പല തീരുമാനങ്ങളും അർജന്റീനയ്ക്ക് അനുകൂലമായതാണ് വിവാദങ്ങളിലേക്ക് വഴി തിരിച്ചുവിട്ടത്. ഫിഫ തന്റെ ടീമിനെ കൊള്ളയടിച്ചുവെന്നായിരുന്നു ഈജിപ്ഷ്യൻ പരിശീലകൻ ഹൊസാൻ ഹസൻ ആരോപിച്ചത്. കളിയുടെ 58-ാം മിനിറ്റിൽ ഈജിപ്തിന്റെ മുസ്തഫ സീക്കോ നേടിയ ഗോൾ വാർ പരിശോധനയ്ക്ക് ശേഷം റദ്ദാക്കിയതാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. के बाद हाथ ऊपर, रेफरी को कहा हमारी गलती नहीं है, कोई रिएक्शन नहीं लेटेक्सियर की। और हसन देखिए कमाल का बॉल कंट्रोल, ड्रिबलिंग देखिए आप, लंबा रन बना लिया है। ये आए मोहम्मद साला, बॉल परोसी गई है, दूसरा गोल। अटलांटा में ഈജിപ്ത് की गूंज। ആ ഗോളിലേക്കുള്ള നീക്കത്തിന്റെ ആരംഭത്തിൽ ഈജിപ്ഷ്യൻ ഡിഫൻഡർ മാർവാൻ ആദിയ ലിസാൻഡ്രോ മാർട്ടിനസിനെ ഫൗൾ ചെയ്തെന്ന് കണ്ടെത്തിയാണ് സീക്കോയുടെ ഗോൾ റദ്ദാക്കുന്നത്. എന്നാൽ ഫൗൾ ആണെങ്കിൽ ഓൺഫീൽഡ് റഫറി എന്തുകൊണ്ട് കളി തുടരാൻ അനുവദിച്ചെന്ന ചോദ്യമാണ് വിമർശകർ ഉയർത്തുന്നത്. ഫൗൾ അല്ലെന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് ഓൺഫീൽഡ് റഫറി സ്വാഭാവികമായും കളി തുടരാൻ അനുവദിച്ചത്. മാത്രമല്ല, ഫൗൾ എന്ന് വാർ കണ്ടെത്തിയ നീക്കമുണ്ടായത് ഗോൾ വീഴുന്നതിന് 30 സെക്കൻഡുകൾ മുൻപാണ്, അതും ഈജിപ്ഷ്യൻ ബോക്സിൽ വെച്ച്. പിന്നെ എങ്ങനെയാണ് ആ ഗോൾ റദ്ദാക്കുന്നതെന്നാണ് വിമർശകർ ചോദിക്കുന്നത്. റഫറി അവിടെയും അവസാനിപ്പിച്ചില്ല. അർജന്റീന ലീഡെടുത്ത എൻസോ ഹെർണാണ്ടസിന്റെ 3ാം ഗോളിന്റെ നീക്കം തുടങ്ങുമ്പോൾ തന്നെ ബോക്സിൽ വെച്ച് ഈജിപ്ഷ്യൻ നായകൻ മുഹമ്മദ് സലായെ അൽവാരസ് ഗ്രൗണ്ടിൽ വീഴ്ത്തുന്നുണ്ട്. काउंटर की तैयारी की गई, मो साला से बॉल चुराकर आगे बढ़े, ജൂലിയൻ അൽവാരസ് ബോൾ ചുരായി. ഈജിപ്ഷ്യൻ താരങ്ങൾ പെനാൽറ്റിക്കായി വാദിക്കുന്നുണ്ടെങ്കിലും റഫറി പരിഗണിക്കുന്നതേയില്ല. അർജന്റീനയ്ക്ക് ലഭിച്ചതുപോലെ വാർ ഇടപെടലും ഉണ്ടായതില്ല. ഒടുവിൽ അൽവാരസിൽ തുടങ്ങിയ നീക്കം ലൗഡാരോ വഴി എൻസോയുടെ വിജയ ഗോളിലേക്ക് എത്തുന്നു. ഇവിടെ സൈലന്റ് വാർ പരിശോധന നടന്നുവെന്നാണ് അർജന്റീന ആരാധകർ പറയുന്നത്. റഫറി അനുവദിച്ചാലും ഇല്ലെങ്കിലും ഏതെങ്കിലും ഒരു കളിക്കാരൻ ഗ്രൗണ്ടിൽ വീഴുന്ന സാഹചര്യം ഉണ്ടായാൽ സൈലന്റ് വാർ ചെക്ക് ഉണ്ടെന്നാണ് അർജന്റീന അനുകൂലികൾ പറഞ്ഞു വെക്കുന്നത്. അർജന്റീനയ്ക്ക് പെനാൽറ്റി നൽകാൻ വേണ്ടി കളിക്കാർ തമ്മിലുള്ള ചെറിയ ശാരീരിക സമ്പർക്കം പോലും ഫൗളായി കണക്കാക്കിയ റഫറി സലായും ഹംദി ഫത്തിയുമൊക്കെ വീഴ്ത്തപ്പെട്ടപ്പോൾ കണ്ണടച്ചെന്നാണ് ഈജിപ്ത് അനുകൂലികൾ പറയുന്നത്. ഏതായാലും റഫറിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദങ്ങൾ നിറഞ്ഞതോടെ അർജന്റീന ഈജിപ്ത് പ്രീ ക്വാർട്ടറിന്റെ ചർച്ചകൾ ഉടനെ ഒന്നും പെയ്തു തോരില്ല. വെൽക്കം ഡെസ്ക്, കൈരളി ന്യൂസ്.